ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈമാത്ത് ഫൗണ്ടേഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ USS എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് നമ്മൾ എല്ലാവരും കിടക്കുന്നത്. നിങ്ങളെല്ലാവരും ഉഷാറാണോ? സെറ്റാണോ? പെട്ടെന്നൊന്ന് പറഞ്ഞേ, വേഗം നിങ്ങളെ കമന്റ് ബോക്സിൽ ഒന്ന് കത്തിച്ച് വേഗം വേഗം നോക്കട്ടെ. കമാൺ, റെസ്പോണ്ട് ചെയ്യടാ. മക്കളെ റെഡിയാണോ? നിങ്ങളൊന്ന് സുഹേൽ സാർ, എഡിറ്റർ സുഹേൽ സാർ, എനിക്ക് വീഡിയോന്റെ ലിങ്ക് ഒന്ന് അയച്ചു. ഞാൻ ഇവിടെ കമന്റ് ചെയ്യുന്നത് കാണുന്നില്ല. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ ബേസിക് സയൻസിലുള്ള കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, അതിന് മുമ്പ് ഞാൻ എൻ്റെ മുഖം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല അല്ലേ? സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാസ്ക് ഊരാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നമുക്ക് ഇന്ന് USSന്റെ ബേസിക് സയൻസ് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സോ ഹായ് മക്കളെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ബേസിക് സയൻസ് ആണ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് സബ്ജക്റ്റിനെ പറ്റി പറയുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന വലിയ ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന ഈ സയൻസ് എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും അതേപോലെ തന്നെ ബയോളജിയുമായിട്ട് മാറും. അതിൽ ഫിസിക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങളുടെ ബേസിക് സയൻസിലെ ഒരു പാർട്ടാണ്. നിങ്ങൾ അടിപൊളിയായിട്ട് എൻ്റെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റാക്കി തരും. നിങ്ങൾ നമ്മുടെ കൂടെ നമ്മളെ വിശ്വസിച്ച് നിന്ന് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട്, നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഈ പറയുന്ന സയൻസും അതേപോലെ തന്നെ മാത്തമെറ്റിക്സ് എന്നൊക്കെ നമുക്കറിയാം. ഈ പറയുന്ന എല്ലാം അടിപൊളിയായിട്ട് പുഷ്പം പോലെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിപ്പിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് തരും. സോ നിങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പെൻ എടുക്കുക, ഒരു പേപ്പർ എടുക്കുക, ദാറ്റ് ഈസ് ഒരു റഫ് പേപ്പറോ അല്ലെങ്കിൽ ഒരു റഫ് പുസ്തകമോ എന്തെങ്കിലും എടുത്ത് വെക്കുക, ഒരു പെന്നും എടുത്ത് വെക്കുക. ഞാനിവിടെ ക്വസ്റ്റ്യൻസ് കാണിക്കും. ക്വസ്റ്റ്യൻസ് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യന്റെ ആൻസർ നോട്ടിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇനി എത്രത്തോളം പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന എൻ്റെ കൂടെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലടാ? സ്റ്റാർട്ട് ചെയ്തൂടെ? ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളെ കൂടെ ഇപ്പൊ മലയാളം മീഡിയത്തിലുള്ള കുട്ടികളുണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികളുണ്ട്. സോ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഞാൻ മലയാളത്തിലും പറയുന്നതായിരിക്കും, അതേപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലും പറയുന്നതായിരിക്കും. സോ ബംഗാളീസും മലയാളീസും ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദി പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി റെഫേർഡ് ടു ആസ്? നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, എന്തിനൊക്കെയാ പറയുന്നത് നോക്കാം. അതായത് വൈദ്യുതി കടന്നു പോകുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്വിച്ച് ആണ്. രണ്ടാമത്തേത് നമ്മളെ കയ്യിലുള്ളത് ബൾബാണ്. മൂന്നാമത്തേത് നമ്മളെ കയ്യിലുള്ളത് സർക്യൂട്ട് ആണ്. നാലാമത്തേത് നമ്മളെ കയ്യിലുള്ളത് സെല്ലാണ്. സോ ഇതാണ് നമ്മുടെ 4 ഓപ്ഷൻസ്. ഈ 4 ഓപ്ഷൻസിൽ ഞാൻ കറക്റ്റ് ആൻസർ ഒറ്റയടിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ അടുത്തതിലേക്ക് പോവല്ല ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇവിടെ പറയുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് കോൺസെപ്റ്റും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സൈമാത്ത് ഇവിടെ സെറ്റായി നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ സെറ്റാക്കി തരും. സോ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഇന്നൊരു 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 25 ക്വസ്റ്റ്യൻസ് പഠിച്ചു എന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിനെയും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കംപ്ലീറ്റ് കോൺസെപ്റ്റ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ആക്കി തരുന്നതായിരിക്കും. സോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ കൂടെ നിന്നാ മതിയടാ. സോ ശ്രദ്ധിച്ചു, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കയ്യിലുള്ള ആൾ എന്ന് പറയുന്നത് സ്വിച്ച് ആണ്. സ്വിച്ച് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സ്വിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് എൻ്റെ സർക്യൂട്ടിൽ കറണ്ടിനെ ഓഫ് ആക്കാനും അതേപോലെ കറണ്ട് ഓൺ ആക്കാനും, ദാറ്റ് ഈസ് സ്വിച്ച് ഓൺ ആക്കുക, സ്വിച്ച് ഓഫ് ആക്കുക, കറണ്ടിൻ്റെ പാസേജ് കൊടുക്കാനും കറണ്ടിൻ്റെ പാസേജ് ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിച്ച് യൂസ് ചെയ്യുന്നത്.
ബൾബ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബൾബ് നമുക്ക് ഇലക്ട്രിസിറ്റി, നമ്മൾ കറണ്ട് കൊടുത്തിട്ട് ബൾബ് എന്ത് തരുന്നുണ്ട്? നമുക്ക് ലൈറ്റ് തരുന്നുണ്ട്, നമുക്ക് പ്രകാശം തരുന്നുണ്ട്. അതാണ് എൻ്റെ ബൾബ് ചെയ്യുന്നത്. എന്നാൽ എൻ്റെ സർക്യൂട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി അഥവാ കറണ്ട് പാസ് ചെയ്തു പോകുന്ന കാര്യങ്ങളെ, ദാറ്റ് ഈസ് അതിൻ്റെ നെറ്റ്വർക്കിനെ എനിക്ക് എന്തെന്ന് വിളിക്കാം? സർക്യൂട്ട് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചോടാ, ഈ കാണുന്നത് ഞാൻ ഇവിടെ വരയ്ക്കുന്നത് ഇത് എൻ്റെ ഒരു ബൾബാണ്. ഇതാണ് നമ്മൾ ബേസിക്കലി ബൾബിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത്. സോ ഇതാണ് ബൾബിൻ്റെ സൈന്. ബൾബ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ശ്രദ്ധിച്ചോളണം, ഞാൻ ഇവിടെ ഒരു സെല്ല് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നിങ്ങളുടെ 4ാമത്തെ ഓപ്ഷനാണ് സെൽ എന്ന് പറയുന്നത്. സോ ഈ കാണുന്നതാണ് നിങ്ങളുടെ സെല്ലിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഓരോ സർക്യൂട്ടിലുള്ള എലമെന്റ്സിൻ്റെയും സിമ്പിൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഒരു സ്വിച്ചിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. സോ ഞാൻ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തു. സോ ഇതാണ് നമ്മൾ സർക്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർക്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൂടെ സെല്ല് കൊടുത്തിട്ടുണ്ട്. സെല്ലിൽ നിന്ന് ഇലക്ട്രിസിറ്റി കറണ്ട് പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. ഇവിടെ സ്വിച്ച് ഉണ്ട്, ബൾബ് ഉണ്ട്. അങ്ങനെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ബൾബ് എന്ത് ചെയ്യടാ? പ്രകാശിക്കും. സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ ബൾബ് എന്ത് ചെയ്യും? ഓഫ് ആവുകയും ചെയ്യും. സോ നമുക്ക് സർക്യൂട്ടും ഉണ്ട്. സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ സെൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് സെല്ലിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഈ സെൽ എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഒരു സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആളാണ് സെൽ എന്ന് പറയുന്നത്. സോ സർക്യൂട്ടിൽ സെല്ല് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടാവുക. സോ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുക, അല്ലെങ്കിൽ വോൾട്ടേജ് കൊടുക്കുക എന്നൊക്കെ നമുക്ക് വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് എൻ്റെ സെൽ എന്ന് പറയുന്നത്. സോ ഇതിൽ ബേസിക്കലി ഈ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇലക്ട്രിസിറ്റിന്റെ പാസേജ് ഒക്കെ കാണിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ സർക്യൂട്ടാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമല്ല നിങ്ങൾ ഇതിലൂടെ പഠിച്ചിരിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു. ഈ കാണുന്നത് ശ്രദ്ധിച്ചോളണം, ഈ കാണുന്നത് എൻ്റെ ബൾബിന്റെ സിമ്പിൾ ആണെന്ന് നിങ്ങൾ പഠിച്ചു. ഇപ്പൊ ഇവിടെ കാണുന്നത് എൻ്റെ സെല്ലിന്റെ സിമ്പിൾ ആണെന്ന് നിങ്ങൾ പഠിച്ചു. ഈ കാണുന്നത് സ്വിച്ചിന്റെ സിമ്പിൾ ആണെന്ന് പഠിച്ചു. ഇതിൽ നമ്മൾ ഈ പറയുന്ന ബാറ്ററി അല്ലെങ്കിൽ സെല്ല്, ഈ കാണുന്നതാണ് ബാറ്ററി അല്ലെങ്കിൽ സെൽ എന്ന് പറയുന്നത്. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. അപ്പൊ ബൾബ് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ബൾബ് ഉണ്ടാവും, സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ ബൾബ് പ്രകാശിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈദ്യുതി കടന്നു പോകുന്നത് എതിലൂടെയാണെന്ന് ചോദിച്ചാൽ ഒരു സർക്യൂട്ടിലൂടെയാണ് എന്ന് നമുക്ക് വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത്, വാട്ട് ഡസ് സോളാർ സെൽ കൺവേർട്ട് സോളാർ എനർജി ഇൻടു? സോളാർ എനർജിനെ എന്താ ചെയ്യുന്നത്, സോളാർ സെല്ല് എന്താ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എടാ മക്കളെ, സോളാർ സെല്ല് എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എനർജി കൺവേർഷൻ ആണ്. ദാറ്റ് ഈസ് ഊർജത്തിനെ മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു ഊർജമാക്കി മാറ്റുന്ന പരിപാടിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. സോ എൻ്റെ സോളാർ സെല്ല് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സോളാർ സെല്ല് നമ്മുടെ വീടിന്റെ മുകളിലൊക്കെ സോളാർ സെല്ല് വെക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് KCBക്ക് നമ്മൾ അടിക്കുന്ന പൈസ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല വീട്ടിൽ വെച്ചിട്ടുണ്ടാവും. എന്തെന്ന് പറയുന്നത്, എൻ്റെ സോളാർ സെല്ല് വെച്ചിട്ടുണ്ടാവും. ഈ സോളാർ സെല്ല് അല്ലെങ്കിൽ സോളാർ പാനൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യനിൽ നിന്ന് വരുന്ന സൗരോർജം, സൂര്യനിൽ നിന്ന് വരുന്ന എന്താ സൗരോർജം, സൗരോർജത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം, സോളാർ എനർജി എന്ന് വിളിക്കാം. സൂര്യനിൽ നിന്ന് വരുന്ന സൗരോർജം ഇങ്ങനെ സോളാർ പാനലിലേക്ക് വന്ന് വീഴും, സോളാർ പാനലിൽ വന്ന് വീണു. സോളാർ പാനലിലേക്ക് ഈ സൗരോർജം അല്ലെങ്കിൽ സോളാർ എനർജി വന്ന് വീണു. ഈ സോളാർ എനർജീനെ എൻ്റെ ഈ സോളാർ പാനൽ എന്താക്കിയിട്ട് മാറ്റും, ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റും. എന്ത് എനർജി ആക്കിയിട്ട് മാറ്റും, ഇലക്ട്രിക്കൽ എനർജി, അതായത് എൻ്റെ വൈദ്യുതോർജ്ജമാക്കി മാറ്റും. ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ വൈദ്യുതോർജ്ജമാക്കിയിട്ട് മാറ്റും. സോ ഈ പറയുന്നതാണ് എൻ്റെ സോളാർ സെല്ല് ചെയ്യുന്നത്, ഈ സോളാർ പാനൽ ചെയ്യുന്നത്. അപ്പൊ സോളാർ പാനൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, സൂര്യനിൽ നിന്ന് എൻ്റെ ലൈറ്റ് വരും, ദാറ്റ് ഈസ് സോളാർ എനർജിയാണ്, സൗരോർജമാണ്. ആ സൗരോർജം വന്നിട്ട് സോളാർ പാനലിന്റെ മുകളിൽ വിൽക്കും. ആ സോളാർ പാനലിൽ നിന്ന് എന്ത് ചെയ്യടാ, ആ സൗരോർജത്തെ സോളാർ പാനൽ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റും. സോളാർ പാനൽ എന്താക്കിയിട്ട് മാറ്റും, ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റും. സോ ഈ കാണുന്ന ക്വസ്റ്റ്യനിന്റെ ഒരു സോളാർ സെല്ല് സൗരോർജത്തെ എന്തിലേക്ക് മാറ്റുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താടാ, ഇലക്ട്രിക്കൽ എനർജിയാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക്കൽ എനർജിയാണ്. സോ സോളാർ സെല്ല് ചെയ്യുന്നത് എന്താണ്, എൻ്റെ സൗരോർജത്തെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. സോ എനിക്ക് അടുത്തത് പറയാം.
വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഏത് സ്റ്റേറ്റ്മെന്റാ കറക്റ്റ് എന്ന് ചോദിച്ചു. സോ നമുക്ക് ആദ്യം എൻ്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. എൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ഓൾ മെറ്റൽസ് ആർ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്, ദാറ്റ് ഈസ് എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു. എൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓൺലി സെർട്ടൈൻ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ്. മൂന്നാമത്തത് മെറ്റൽസ് ആർ നോട്ട് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. നാലാമത്തത് മെറ്റൽസ് ആർ നോട്ട് കണ്ടക്ടേഴ്സ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ മെറ്റൽസിന്റെ മലയാളം ലോഹമാണ്. എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. ചില ലോഹങ്ങൾ മാത്രമാണ് കണ്ടക്ടറുകൾ. ലോഹങ്ങൾ വൈദ്യുതിയെ കണ്ടക്ടറുകളല്ല. ലോഹങ്ങൾ കണ്ടക്ടറുകളല്ല. എന്താ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാ? സോ ശ്രദ്ധിച്ചു. ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ മെറ്റൽസ്. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. പീരിയോഡിക് ടാബിൾസിൽ ഓരോ മെറ്റൽസ് നമ്മൾ കോപ്പർ എന്ന് കേട്ടിട്ടുണ്ടാവും, ഗോൾഡ് എന്ന് കേട്ടിട്ടുണ്ടാവും, സിൽവർ എന്ന് കേട്ടിട്ടുണ്ടാവും, അലൂമിനിയം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ പറയുന്ന ആളുകളെല്ലാം മെറ്റൽസ് ആണ്, ദാറ്റ് ഈസ് ലോഹങ്ങളാണ്. ഇവരെല്ലാം എന്താണ്? മെറ്റൽസ് ആണ്, ലോഹങ്ങളാണ്. നമ്മൾ സ്വർണം വാങ്ങാനൊക്കെ പോകുന്ന സമയത്ത് സ്വർണ്ണമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ലോഹമാണ്. ഓക്കെ, മെറ്റലാണ്. ഈ പറയുന്ന മെറ്റൽസ് ഇലക്ട്രിസിറ്റീനെ, വൈദ്യുതിനെ കടത്തി വിടുമോ കടത്തി വിടില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈദ്യുതിയെ ലോഹങ്ങൾ കടത്തി വിടുമോ കടത്തി വിടില്ലേ? അതിലൊറ്റ ആൻസറേ ഉള്ളൂ. എല്ലാ ലോഹങ്ങളും എല്ലാ മെറ്റൽസും ഇലക്ട്രിസിറ്റിനെ എന്ത് ചെയ്യടാ? പാസ് ചെയ്യും. എല്ലാ ലോഹങ്ങളും എല്ലാ മെറ്റൽസും എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യുന്നുണ്ട്. വൈദ്യുതിയുടെ ചാലകങ്ങളാണ് എല്ലാ ലോഹങ്ങളും. ഏത് ലോഹം എടുത്താലും എനിക്ക് വൈദ്യുതി അതിലൂടെ കടന്നു പോകും. സപ്പോസ് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു സ്വിച്ചിലേക്ക് നിങ്ങളെ വീട്ടിലെ ഉമ്മന്റെ ചെയിൻ എടുത്തിട്ട് നിങ്ങൾ ഈ സ്വിച്ച് ബോർഡിന്റെ നമ്മളെ പ്ലഗ് ഉണ്ടല്ലോ 3 പിൻ, അതിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ചെയിൻ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോക്ക് അടിക്കും. കാരണം എന്താണ്? നിങ്ങൾ പിടിച്ചതിൽ ലോഹമാണ്, ഗോൾഡ് ആണ്, അത് ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഏത് ലോഹങ്ങൾ എടുത്താലും ഏത് മെറ്റൽസ് എടുത്താലും അത് വൈദ്യുതിയെ എന്ത് ചെയ്യുന്നുണ്ടാവും? കടത്തിവിടുന്നുണ്ടാവും. ഇങ്ങനെ വൈദ്യുതിയെ കടത്തിവിടുന്ന എല്ലാ ലോഹങ്ങളുമാണ് വൈദ്യുതിയെ കടത്തിവിടുന്നുണ്ട്. ലോഹങ്ങളെല്ലാം വൈദ്യുതിയെ കടത്തിവിടുന്നു. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. സോ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നടാ? ഓൾ മെറ്റൽസ് ആർ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. എല്ലാ മെറ്റൽസും ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആണ്. എല്ലാ ലോഹങ്ങളും വൈദ്യുതിയെ കടത്തിവിടുന്നുണ്ട്. ഏത് ലോഹം എടുത്താലും, അലൂമിനിയം എടുക്കാം, ഗോൾഡ് എടുക്കാം, സിൽവർ എടുക്കാം, കോപ്പർ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഏത് മെറ്റൽ എടുത്താലും ഏത് ലോഹങ്ങൾ എടുത്താലും അത് വൈദ്യുതിയുടെ ചാലകങ്ങളാണ്, അത് കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ ആണല്ലോടാ? അങ്ങനെയാണെങ്കിൽ അടുത്ത പരിപാടി സബ്സ്റ്റൻസസ് വിച്ച് പാസ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ എന്താ വിളിക്കാന്നാ ചോദിച്ചത്. എടാ മക്കളെ, ഈ ക്വസ്റ്റ്യൻ മാത്രമല്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ 5-8 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് അങ്ങോട്ട് തരുവാണടാ. ശ്രദ്ധിച്ചോ? നിങ്ങൾ വൈദ്യുതിയെ കടത്തി വിടുന്നവയുടെ പേര് മാത്രം പഠിച്ചാൽ പോരാ. വൈദ്യുതിയെ കടത്തി വിടുന്നവയുണ്ട്, വൈദ്യുതിയെ കടത്തി വിടാത്തവയുണ്ട്, ദാറ്റ് ഈസ് പാസ് ചെയ്യാത്തവയുണ്ട്. അതേപോലെ തന്നെ വൈദ്യുതിയെ ചില സമയങ്ങളിൽ മാത്രം കടത്തിവിടുന്നവയുണ്ട്. ദാറ്റ് ഈസ് 3 ടൈപ്പിലെ ആൾക്കാരുണ്ട്. ദാറ്റ് ഈസ് 3 ടൈപ്പിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ചില ആളുകൾ ഇലക്ട്രിസിറ്റിനെ അല്ലെങ്കിൽ വൈദ്യുതിയെ നന്നായിട്ട് കടത്തിവിടും. ചില ആളുകൾ വൈദ്യുതിയെ ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യില്ല. ചില ആളുകൾ വൈദ്യുതിയെ ചില സമയത്ത് പാസ് ചെയ്യും, ചില സമയത്ത് പാസ് ചെയ്യില്ല. സോ ഇവർക്കൊക്കെ നമ്മൾ എന്താണ് പേര് വിളിക്കുക എന്ന് പറയാം. ഇവർക്കൊക്കെ എന്താ പേര് വിളിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ ശ്രദ്ധിച്ചോ, വൈദ്യുതിയെ എല്ലാ സമയത്തും പാസ് ചെയ്യുന്നവയെ, ദാറ്റ് ഈസ് ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേര് കണ്ടക്ടർ എന്നാണ്. ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കണ്ടക്ടർ. പഠിച്ചു വെച്ചോളണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും, സാർ ഇൻസുലേറ്റർ എന്താണ്? ഇൻസുലേറ്റർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിസിറ്റിനെ കടത്തിവിടുന്നവയും വൈദ്യുതിയെ കടത്തിവിടുന്നവയും ഉണ്ട്, വൈദ്യുതിയെ കടത്തിവിടാത്തവയും ഉണ്ട്. സോ വൈദ്യുതിയെ കടത്തിവിടാത്തവയെ നമ്മൾ വിളിക്കുന്ന പേരാണ്
ഇൻസുലേറ്റർ. എന്തടാ ഇൻസുലേറ്റർ എന്ന് നമ്മൾ വിളിക്കും. സോ എന്റെ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞ വൈദ്യുതിയെ കടത്തി വിടാത്ത ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റർ. സോ അങ്ങനെയാണെങ്കിൽ സെമി കണ്ടക്ടർ എന്താ? സുമ്മാവാ. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോടാ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില സമയത്ത് വൈദ്യുതിയെ കടത്തിവിടും, ചില സമയത്ത് വൈദ്യുതിയെ കടത്തി വിടൂല. ആ പറയുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമി കണ്ടക്ടർ. എന്ത് വിളിക്കുകടാ? സെമി കണ്ടക്ടർ. നോട്ട് ചെയ്തു വെക്കണേ, നോട്ടിൽ എഴുതി വെക്കണം സെമി കണ്ടക്ടർ എന്താണെന്നുള്ളത്. സോ എടാ, എന്റെ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് വൈദ്യുതിയെ കടത്തിവിടും, ചില സമയത്ത് പാസ് ചെയ്യൂല. പാർഷ്യലി മാത്രമാണ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുക. അതാണ് സെമി കണ്ടക്ടർ. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യും. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സമയത്തും ഇലക്ട്രിസിറ്റിനെ എന്ത് ചെയ്യില്ല? പാസ് ചെയ്യില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആരോ ഒരാൾ പേര് പറയൂ സാർ. ഒരു ഹായ് തരാമോ പ്ലീസ്? ഹായ് തന്നിരിക്കുന്നു. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ വേഗം പറഞ്ഞു, ഞാൻ ഇപ്പൊ നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ചോദിച്ചോളൂ, കേൾക്കാം. വേഗം. സർ മൈ നെയിം വിളിക്കോ? ആരാണ്? ഷിബില. ഓക്കെ, ഷിബിലനെ വിളിച്ചിരിക്കുന്നു, ഷിബിലന്റെ പേര് വിളിച്ചിരിക്കുന്നു. നെയിം വിളിക്കുമോ? നെയിം വിളിച്ചിട്ടുണ്ട്. ഓക്കെ ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നിങ്ങൾ ഇവിടെ വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേവലം ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അഷ്കർ കെ ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എടാ, എന്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഉപകരണമാണ് വൈദ്യുതി നൽകുന്നത്? ഏത് ഉപകരണമാണ് വൈദ്യുതി നൽകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിവൈസ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി? ഏത് ഡിവൈസ് ആണ് ഇലക്ട്രിസിറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നത്? എടാ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്? എന്റെ സെൽ എന്ന് പറയുന്നത്. പ്രശ്നമൊന്നുമില്ലല്ലോ, സെൽ എന്ന് പറഞ്ഞ. സോ നമ്മൾ നേരത്തെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഈ കാണുന്നതാണ് എന്റെ സെല്ലിന്റെ സിമ്പല്. ഒരു സർക്യൂട്ടിന് നിങ്ങൾ ഇങ്ങനെ കാണുവാണെങ്കിൽ ഈ കാണുന്നത് എന്താണടാ? എന്റെ സെല്ലാണ്. സെൽ അഥവാ ബാറ്ററി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സെല്ല് അല്ലെങ്കിൽ ബാറ്ററി, അതാണ് ഇപ്പൊ ഞാൻ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇതിന്റെ വലിയ കാൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, ചെറിയ കാൽ എന്ന് പറയുന്നത് നെഗറ്റീവുമായിരിക്കും. സോ ഇതാണ് എൻ്റെ ഒരു സെല്ല്. ഇതൊരു സെല്ലിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സെല്ലിൽ കറണ്ട് പാസ് ചെയ്ത് പോവുക. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിവൈസ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി? ഏത് ഡിവൈസ് ആണ് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണടാ? സെല്ലാണ്. ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സെല്ലാണ്. അങ്ങനെയാണെങ്കിൽ സെറ്റ് ആണല്ലോ. പിന്നെ ബൾബ് എന്താണ്? ബൾബ് ഇലക്ട്രിക് എനർജി കിട്ടിയിട്ട് ലൈറ്റ് എനർജി തരുന്ന ആളാണ് ബൾബ്. പഠിച്ചു വെച്ചോളണം. എന്റെ ബൾബ് എന്താ ചെയ്യുന്നത്? ഇലക്ട്രിക് എനർജി നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കൊടുക്കുന്ന സമയത്ത്, കറണ്ട് കൊടുക്കുന്ന സമയത്ത്, ദാറ്റ് ഈസ് ഇലക്ട്രിക് എനർജിനെ, വൈദ്യുതോർജത്തെ ലൈറ്റ് എനർജി ആക്കി മാറ്റുന്ന ആളാണ് എന്റെ ബൾബ് എന്ന് പറയുന്നത്. വൈദ്യുതോർജത്തെ ലൈറ്റ് എനർജി ആക്കി മാറ്റുന്ന ആളാണ് ബൾബ്. അതായത് വൈദ്യുതോർജത്തെ പ്രകാശോർജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആക്കി മാറ്റുന്നു, അതായത് വൈദ്യുതോർജത്തെ പ്രകാശോർജമാക്കി മാറ്റുന്ന ആളാണ് ബൾബ്. സർക്യൂട്ട് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഈ കാണിക്കുന്നത് ഒന്നുമല്ല അവൻ എന്നൊക്കെ പറയുന്നത് പോലെ ഈ കാണിക്കുന്നതിലും വലുതാണ്. ദാറ്റ് ഈസ് എൻ്റെ ഈ പറഞ്ഞിരിക്കുന്നത് ബൾബ്. ഓക്കെ ആണ്. നമ്മൾ സെല്ല് വരച്ചു. ഓക്കെ, പിന്നെ നമ്മളൊരു സ്വിച്ച് വരച്ചു. സോ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ആളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇത് ബൾബാണ്, ഇത് സെല്ലാണ്, ഇത് സ്വിച്ച് ആണ്. അങ്ങനെ പിക്ചർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ബൾബാണെന്നും സ്വിച്ച് ആണെന്നും സെല്ലാണെന്നും എൻ്റെ മക്കൾക്ക് മനസ്സിലായിരിക്കണം. അത് മനസ്സിലായിരിക്കണം. അത്ര മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഓപ്ഷൻ കണ്ടക്ടിങ് വയർ എന്താന്നുള്ളതാ. കണ്ടക്ടിങ് വയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യുന്ന വയറാണ്.
ഓക്കെ, കണ്ടക്ടിങ് വയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യുന്ന വയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. വയർ എന്ന് പറഞ്ഞാൽ ഈ വയറല്ല, ദാറ്റ് ഈസ് ഓക്കെ, മനസ്സിലാക്കണേ. വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടല്ലോ, വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ കാണുന്ന ചെമ്പ് കമ്പി പോലത്തെ. സോ ദാറ്റ് ഈസ്, അതാണ് കണ്ടക്ടിങ് വയർ എന്ന് പറയുന്നത്. ഈ സർക്യൂട്ടിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതെല്ലാം എന്തായിരിക്കും? കണ്ടക്ടിങ് വയറുകളായിരിക്കും. ഈ കാണുന്നതെല്ലാം കണ്ടക്ടിങ് വയറുകളായിരിക്കും. സോ നോർമലി എൻ്റെ കണ്ടക്ടിങ് വയർ ഉണ്ടാവാറ് കോപ്പറിൻ്റെതാണ് ഉണ്ടാവാറുള്ളത്. എന്തിൻ്റെതാണ് ഉണ്ടാവാറുള്ളത്? കോപ്പർ. കോപ്പർ 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 കിച്ചൺ എന്നൊക്കെ കേട്ടില്ലേ? ആ കോപ്പർ കിച്ചൺ അല്ല, ഇയാൾ കോപ്പർ ആണ്, മെറ്റൽ ആണ്, ലോഹമാണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു എല്ലാ ലോഹങ്ങളും വൈദ്യുതിയെ കടത്തിവിടുന്നവയാണ് എന്നുള്ളത്. മറന്നുപോയോ? മറന്നു പോവരുത്. എല്ലാ ലോഹങ്ങളും എല്ലാ മെറ്റൽസും വൈദ്യുതിയെ എന്ത് ചെയ്യുന്നുണ്ടടാ? കടത്തിവിടുന്നുണ്ട്. ചാടി നിൽക്കണം കേട്ടോ, ചാടി നിൽക്കണം. ഉഷാർ ഉഷാർ ഉഷാർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എടാ, വിച്ച് ഡിവൈസ് കൺട്രോൾസ് ദി ഇലക്ട്രിക് ഫ്ലോ? ഏത് ഡിവൈസ് ആണ് ഇലക്ട്രിക് ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നത്? സിമ്പിൾ ആണ്. ഈ ഓപ്ഷനിൽ കാണുന്ന എല്ലാവന്മാരെയും നമുക്ക് വെട്ടാൻ വേണ്ടിയിട്ട് പറ്റൂടാ. എല്ലാരെയും വെട്ടാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എല്ലാവരും എന്താന്നുള്ളത് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ സെൽ എന്ന് പറയുന്നത്? സർക്യൂട്ടില് വൈദ്യുതി പ്രവഹിക്കാൻ കറണ്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ട ആളാണ് സെൽ എന്ന് പറയുന്നത്. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് സെല്ല് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെല്ലിന്റെ സിമ്പൽ എന്താടാ? ഈ കാണുന്നതാണ് സെല്ലിന്റെ സിമ്പൽ എന്ന് പറയും. നമ്മൾ തൊട്ട് മുമ്പേ ഡിസ്കസ് ചെയ്തതാ. ബാറ്ററി എന്ന് പറഞ്ഞാലും സെൽ എന്ന് പറഞ്ഞാൽ ഏകദേശം സെയിം ആണ്. സോ ദെൻ സ്വിച്ച് ഉണ്ട്, ബൾബ് ഉണ്ട്. ബൾബ് എന്താ ചെയ്യുന്ന? ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റ് എനർജി ആക്കി മാറ്റുന്നു. ദാറ്റ് ഈസ് വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റുന്ന ആളാണ് ബൾബ്. അങ്ങനെയാണെങ്കിൽ വൈദ്യുതിയെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? വൈദ്യുത പ്രവാഹത്തെ നിയന്ത്രിക്കുന്ന ഉപകരണം അത് സ്വിച്ച് ആണ്. സോ എന്റെ ആൻസർ എന്ന് പറയുന്നത് സ്വിച്ച്. ആരാണടാ? സ്വിച്ച് ആണ്. സോ എടാ, സ്വിച്ച് എന്താ ചെയ്യുന്നത്? നമുക്ക് സ്വിച്ച് ഓൺ ആക്കുകയും ചെയ്യാം, സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്യാം. സ്വിച്ച് ഓഫ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വൈദ്യുതി പ്രവഹിക്കുന്നില്ല, വൈദ്യുതിയോട് പ്രവഹിക്കണ്ട എന്ന് പറയാണ്, ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യുന്നില്ല. സ്വിച്ച് ഓൺ ആക്കി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യുതി പ്രവഹിക്കുന്നുണ്ട്. സ്വിച്ച് ഓൺ ആക്കി എന്ന് പറഞ്ഞാൽ വൈദ്യുതി എന്ത് ചെയ്യുന്നുണ്ട്? പ്രവഹിക്കുന്നുണ്ട്. സോ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ ഇവിടെ ഉണ്ടോ? എല്ലാരും ഇവിടെ ഉണ്ടോ? പോയിട്ടുണ്ടോ? പോവരുത്. കുറച്ച് നിമിഷങ്ങളും കൂടി മാത്രമാണ് നമ്മളെ മുമ്പിലുള്ളത്. നമുക്ക് അടിപൊളിയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പഠിച്ചെടുക്കണം. ഈ വർഷത്തെ USS നിങ്ങൾക്കുള്ളതാടാ. നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കട കിട്ടുക? കഷ്ടപ്പെട്ട് പഠിക്കുക. നിങ്ങൾക്ക് തന്നെ USS കിട്ടിയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം മതി. നമുക്ക് അടിപൊളിയായിട്ട് നിങ്ങൾ നമ്മുടെ കൂടെ നിന്നാൽ മതി. സൈമാത്തിന്റെ കൂടെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യടാ. നിങ്ങൾക്ക് വേണ്ട എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കൂടെ നിൽക്കുക, USS നിങ്ങൾക്ക് കിട്ടും. സോ ശ്രദ്ധിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് uses the least amount of electricity? ഏത് ബൾബാണ് ഏറ്റവും കുറവ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത്? നിങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് കാലങ്ങളിൽ ഏത് ബൾബായിരുന്നുള്ളത്? ഒരു മഞ്ഞ കളറിലുള്ള ബൾബായിരുന്നുണ്ടായിരുന്നത്. ആ മഞ്ഞ കളറിലുള്ള ബൾബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിലമെന്റ് ലാമ്പ് എന്ന് വിളിക്കും. ഫിലമെന്റ് ലാമ്പ്. അത് ആ മഞ്ഞ കളറിലുള്ള ഒരു ഓറഞ്ച് കളർ ലൈറ്റ് കത്തുന്ന ബൾബായിരുന്നു. സോ ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ് ബൾബ്? ഇപ്പൊ നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ബൾബ് ഏതാണ്? ഒരു വെള്ള കളറിലുള്ള വെളിച്ചം വരും. ദാറ്റ് ഈസ് എന്റെ LED ബൾബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏത് ബൾബാ യൂസ് ചെയ്യുന്നത്? LED ബൾബാണ് യൂസ് ചെയ്യുന്നത്. സോ എടാ, ഏറ്റവും ഈ ബൾബുകളിൽ CFL എന്ന് പറഞ്ഞ ബൾബാണ്, LED ബൾബ് ഉണ്ട്, ഫിലമെന്റ് ലാമ്പ് ഉണ്ട്, ദാറ്റ് ഈസ് അത് ബൾബാണ്, ഫ്ലൂറസെന്റ് ലാമ്പ് ഉണ്ട്, അതും ബൾബാണ്. ഈ ബൾബുകളിലൊക്കെ വെച്ചിട്ട് ഏറ്റവും കുറവ് ഇലക്ട്രിസിറ്റിനെ, വൈദ്യുതിയെ ഉപയോഗിക്കുന്ന ബൾബ് എന്ന് പറയുന്നത് ആരുമല്ലടാ, അത് നമ്മുടെ LED ആണ്. ആരാണ്? LED ആണ്. സോ LED താഴത്തില്ലടാ. സോ LED ആണ് ഏറ്റവും കുറവ് വൈദ്യുതി ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തതടാ, which device is used in circuits to ensure safety of electrical equipment? എടാ, നിങ്ങളുടെ വീട്ടിൽ ചില സമയങ്ങളിൽ ഇടി വെട്ടുന്ന സമയത്ത് ഇടി മിന്നല് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തോ ഒന്ന് പോകാന്ന് നമ്മൾ പറയലുണ്ട്. എന്തോ ഒന്ന് പോകാന്ന് പറഞ്ഞാൽ കിളി പോകാന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ്, നിങ്ങൾ ഒക്കെ ഇടി വെട്ടുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും പേടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക്
ഒരു സാധനം വീട്ടിൽ പോകും, കറണ്ട് പോകുന്ന സമയത്ത് എന്തോ ഒരു സാധനം പോകും. ദാറ്റ് ഈസ് ആ സാധനമാണ് എൻ്റെ ഫ്യൂസ് എന്ന് പറയുന്നത്. ഫ്യൂസ് നമ്മൾ എന്തിനാണ് വീട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്നത്? ഫ്യൂസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കറണ്ടിൻ്റെ ഇലക്ട്രിസിറ്റിൻ്റെ ഓവർഫ്ലോ ഉണ്ടായി കഴിഞ്ഞാൽ, വീട്ടിൽ നമ്മളെ സർക്യൂട്ടിൽ ഇലക്ട്രിസിറ്റീൻ്റെ ഓവർഫ്ലോ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ എല്ലാ ഡിവൈസും അടിച്ചു പോകും. നമ്മൾ AC ഉണ്ട്, നമ്മളെ ഫ്രിഡ്ജ് ഉണ്ട്, നമ്മളെ വാഷിംഗ് മെഷീൻ ഉണ്ട്, നമ്മളുടെ വീട്ടുകാരത്. ഓക്കെ, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഈ പറയുന്ന ഓവൻ ഉണ്ട്, അതേപോലെ ഈ പറയുന്ന നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്. ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് വെച്ചതായിരിക്കും. ഇതെല്ലാം കൂടി പെട്ടെന്ന് കേടുവന്നു, അതേപോലെ വീട്ടിലെ സർക്യൂട്ടൊക്കെ തെറ്റിപ്പോവും. അത് തെറ്റിപ്പോവാതിരിക്കാൻ നമ്മുടെ പുറത്ത് കൊടുത്തിട്ടുണ്ടാവും, ഫ്യൂസ് കൊടുത്തിട്ടുണ്ടാവും. സോ ഈ ഫ്യൂസ് ഓവറായിട്ട് ഇലക്ട്രിസിറ്റി വരുന്ന സമയത്ത് ആദ്യം തന്നെ ഫ്യൂസ് പൊട്ടിപ്പോവും. ഫ്യൂസ് പൊട്ടിപ്പോയാൽ പിന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കറണ്ട് പോവില്ല. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഡിവൈസും സേഫ് ആയിട്ട് നിൽക്കും. സോ വീട്ടിൽ എല്ലാ ഡിവൈസുകളും സേഫായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് എൻ്റെ എന്തെന്ന് പറയുന്നത്, ഫ്യൂസ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നടാ? ഫ്യൂസ് എന്ന് പറയുന്നത്. സോ ഈ ഫ്യൂസ് ആണ് നമ്മളെ എന്തെന്ന് രക്ഷിക്കുന്നത്, ഈ പറയുന്ന ഇലക്ട്രിസിറ്റി കാരണം ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്. ദാറ്റ് ഈസ് നമുക്ക് സേഫ്റ്റി സുരക്ഷ ഉറപ്പാക്കുന്ന ആളാണ് ഫ്യൂസ് എന്ന് പറയുന്നത്. സുരക്ഷ ഉറപ്പാക്കുന്ന ആളാണ് ഫ്യൂസ് എന്ന് പറയുന്നത്. എന്നെയും നിങ്ങളെയും ഒക്കെ ആരെങ്കിലും തല്ലാൻ വന്നു കഴിഞ്ഞാൽ വാപ്പ ചോദിക്കാനുണ്ടാവും. സോ അതേപോലെ വീട്ടിലേക്ക് ഓവറായിട്ട് കറണ്ട് വന്നു കഴിഞ്ഞാൽ ചോദിക്കാനുള്ള ആളാണ് ആരെന്ന് പറയുന്നത്, ഫ്യൂസ് എന്ന് പറയുന്നത്. സോ ആ ഫ്യൂസ് ബാക്കിയുള്ള ആൾക്കാർ അടിച്ചുവിടും. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും രക്ഷപ്പെട്ടിട്ടുണ്ടാവും. സോ ഫ്യൂസ് ആണ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന ആൾ. ഫ്യൂസ് പഠിച്ചു വെച്ചോളണം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, which convert electricity to light energy. ഇത് നമ്മൾ എത്ര തവണ പറഞ്ഞതാടാ? ആൻസർ കമന്റ് ചെയ്തതാടാ. ആൻസർ കമന്റ് ചെയ്താ ഞാൻ കുറേ തവണ പറഞ്ഞതാണ്. ഞാൻ സർക്യൂട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഏതോ ഒരു ഡിവൈസ് ഇലക്ട്രിസിറ്റീനെ എന്താക്കി മാറ്റുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റ് എനർജി ആക്കി മാറ്റുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമന്റ് ചെയ്തോടാ, കമന്റ് ചെയ്യൂ പെട്ടെന്ന്. ഏകം ഇതിന്റെ ആൻസർ നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എനിക്ക് ആൻസർ പറഞ്ഞു തരണം. പെട്ടെന്ന് പറയടാ, ഇതിലെ ഏത് ഡിവൈസ് ആണ് ഇലക്ട്രിസിറ്റീനെ എന്താക്കി മാറ്റുന്നത്, ലൈറ്റ് എനർജി ആക്കി മാറ്റുന്നത്? പെട്ടെന്ന് പറയടാ, വേഗം. ആരാണ്? നിങ്ങൾ കമന്റ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾ പോരാ, വേഗം ചെയ്ത് നോക്കട്ടെ. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് ഒരു സമ്മാനമുണ്ട്, നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് വീട്ടിലേക്ക് എത്തും. ഓക്കെ, എല്ലാവരും സെറ്റാണ്. നിങ്ങൾ ബൾബിന്റെ സിമ്പിൾ ഒക്കെ വെച്ചിട്ട് കമന്റ് ചെയ്യുന്നു. സോ ഞാൻ അടിപൊളിയായിട്ട് സന്തോഷവാനാണ്, ഞാൻ ഹാപ്പിയാടാ. ബൾബാണ് ആൻസർ. എൻ്റെ ഇലക്ട്രിസിറ്റിയെ ലൈറ്റ് എനർജി ആക്കി മാറ്റുന്നത്, വൈദ്യുതിയെ പ്രകാശമാക്കി മാറ്റുന്നത് ബൾബാണ്. ഒരാൾ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് സെമി കണ്ടക്ടർ. ഒന്നുകൂടി പറഞ്ഞു തരാലോ, അതിനല്ലേ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. സോ എൻ്റെ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോടാ. എൻ്റെ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ 3 ആളുകളാണ് നമ്മളെ കയ്യിലുള്ളത്. ദാറ്റ് ഈസ് ഇൻസുലേറ്റർ ഉണ്ട്, കണ്ടക്ടർ ഉണ്ട്, സെമി കണ്ടക്ടർ ഉണ്ട്. ഓക്കെ ആണല്ലോ? ഈ പറഞ്ഞ ആള് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ കയ്യിൽ 3 ആളുകളാണുള്ളത്: ഇൻസുലേറ്റർ, കണ്ടക്ടർ, സെമി കണ്ടക്ടർ. ഇൻസുലേറ്റർ എന്താന്ന് ചോദിച്ചാൽ ഇലക്ട്രിസിറ്റീനെ തീരെ പാസ് ചെയ്യൂല. ദാറ്റ് ഈസ് വിച്ച് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യാത്ത ആളാണ് ഇൻസുലേറ്റർ. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടർ എന്താന്ന് ചോദിച്ചാൽ ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യുന്ന ആളാണ് കണ്ടക്ടർ. ദാറ്റ് ഈസ് എൻ്റെ വൈദ്യുതിയെ കടത്തിവിടുന്ന ആളാണ് കണ്ടക്ടർ. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ 2 ആളെ പഠിച്ചു കേട്ടോ. കണ്ടക്ടറും ഇൻസുലേറ്ററും എന്താന്നുള്ളത് പഠിച്ചു. ഇൻസുലേറ്റർ എന്തായിരുന്നു? വൈദ്യുതിയെ കടത്തിവിടാത്ത ആള്. ദാറ്റ് ഈസ് ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യാത്ത ആളാണ് ഇൻസുലേറ്റർ. പിന്നെ എൻ്റെ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ വൈദ്യുതിയെ കടത്തി വിടുന്ന ആളാണ്. ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യുന്ന ആളാണ് എൻ്റെ എന്തെന്ന് പറയുന്നത്, കണ്ടക്ടർ. പിന്നെ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ എന്ത് ചെയ്യും? വൈദ്യുതിയെ കടത്തിവിടും.
ചില സമയങ്ങളിൽ വൈദ്യുതിയെ കടത്തിവിടൂല. ഓക്കെ, അപ്പോൾ ചില സമയങ്ങളിൽ വൈദ്യുതിനെ കടത്തിവിടും, ചില സമയങ്ങളിൽ വൈദ്യുതിയെ കടത്തിവിടൂല. ഒന്നുകൂടി പറയുകയാണെങ്കിൽ ചില സമയങ്ങളിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും, ചില സമയങ്ങളിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യൂല. ഇങ്ങനെ കിടക്കുന്ന ആളാണ് എൻ്റെ സെമി കണ്ടക്ടർ. ദാറ്റ് ഈസ് കണ്ടക്ടറിന്റെയും ഇൻസുലേറ്ററിന്റെയും ഇടയിലുള്ള ആളാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത് എൻ്റെ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. സോ സെമി കണ്ടക്ടേഴ്സ് പാർഷ്യലി ആണ് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുക. സെമി കണ്ടക്ടേഴ്സ് പാർഷ്യലി ആണ് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുക. ചില സമയത്ത് കണ്ടക്ട് ചെയ്യും, ചില സമയത്ത് കണ്ടക്ട് ചെയ്യൂല. സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ ഒക്കെ പറയുന്നത് നമ്മുടെ സിലിക്കൺ എന്ന് പറയുന്ന മെറ്റൽ, ജെർമേനിയം എന്നൊക്കെ പറയുന്ന മെറ്റൽ എൻ്റെ സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ ആണ്. സോ സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് സിലിക്കണും ജെർമേനിയും ഒക്കെ. ഡൗട്ട് ചോദിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്നൊന്ന് പറഞ്ഞു തന്നെ. വേഗം 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 പറയൂ. നിങ്ങൾ ചോദിച്ച ദാറ്റ് ഈസ് എൻ്റെ സെമി കണ്ടക്ടർ ഒന്നുകൂടി പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞ ആൾ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു. ഇനി എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? പെട്ടെന്ന് 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 പറയൂ. ഓക്കെ 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 ക്ലിയർ ആയിട്ടുണ്ട്. സോ നിങ്ങൾ ചാടി ചാടി റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളിലേക്ക് എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് എൻ്റെ കമന്റ് ബോക്സ് മാത്രമാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടിയിട്ട് കമന്റ് ബോക്സിലൂടെ എന്ത് ചെയ്യണടാ? റെസ്പോണ്ട് ചെയ്യണം. സോ എനിക്ക് വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്യണം. സോ എടാ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, metals does not allow the passage of electricity. വീണ്ടും ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻ ആണ്. സോ വേഗം പറഞ്ഞു തരൂടാ, വേഗം പറഞ്ഞതോ ആൻസർ പറഞ്ഞതാ. ഈ ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യാത്ത ആൾ ആരാണ്? വൈദ്യുതി കടന്നു പോകാൻ അനുവദിക്കാത്ത വസ്തുക്കളെ നമ്മൾ എന്താടാ വിളിച്ചിരുന്നത്? പറയടാ കേൾക്കട്ടെ. വൈദ്യുതിയെ കടന്നു പോകാൻ അനുവദിക്കാത്ത വസ്തുക്കളെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് that is insulator. So insulator ആണ് എന്തെന്ന് പറയുന്നത് എൻ്റെ വൈദ്യുതിയെ കടന്നു പോകാൻ സമ്മതിക്കാത്ത ആൾ. സോ എഡിറ്റർ നമ്മളെ വീഡിയോഗ്രാഫർ എന്നെ വന്നിട്ട് ചിരിച്ച് എന്നെ കളിയാക്കാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ പറയടാ. സോ എൻ്റെ ഇൻസുലേറ്റർ ആണ് എൻ്റെ എന്തെന്ന് പറയുന്നത് വൈദ്യുതിയെ കടത്തിവിടാത്ത ആൾ. സെറ്റാണ്. സോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. Outer part of switch plug is made up of plastic. What is the reason? അതായത് സ്വിച്ചിന്റെ പുറം ഭാഗം പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് കാരണം? പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് കാരണം? ഓക്കെ ശ്രദ്ധിച്ചോ. നമ്മള് ഈ പറയുന്ന സ്വിച്ചിന്റെ പുറം ഭാഗം പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് കാരണം? പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കാനുള്ള കാരണം എന്താ? മക്കളെ, ഇത് പ്ലാസ്റ്റിക് അല്ല എന്ന് വിചാരിച്ചോ. സ്വിച്ചിന്റെ ഭാഗം എന്ന് പറയുന്നത് കണ്ടക്ടർ ആണെന്ന് വിചാരിച്ചോ. സ്വിച്ച് പറയുന്നത് കണ്ടക്ടർ ആണെങ്കിൽ നമ്മൾ സ്വിച്ച് തൊടുമ്പോൾ നമുക്ക് കറണ്ട് പിടിക്കൂലേ? അങ്ങനെ പിടിക്കാൻ പറ്റുമോ? പറ്റൂല. സോ ഈ പറയുന്ന സ്വിച്ചിന്റെ പുറം ഭാഗം പ്ലാസ്റ്റിക് കൊടുക്കാനുള്ള കാരണം എന്താണ്? പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റർ ആണ്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? ഇൻസുലേറ്റർ ആണ്. പ്ലാസ്റ്റിക് കണ്ടക്ടർ ആണെങ്കിൽ അത് തൊടുമ്പോൾ നമുക്ക് കറണ്ട് പിടിക്കും. സ്വിച്ചും പ്ലഗും ഒക്കെ തൊടുന്ന സമയത്ത് നമുക്ക് ഷോക്ക് അടിക്കും. അത് പറ്റുമോ? ഇല്ല. സോ ഷോക്ക് അടിക്കുന്നില്ല. പ്ലഗും അതേപോലെ തന്നെ സ്വിച്ചും ഒക്കെ തൊടുന്ന സമയത്ത് നമുക്ക് ഷോക്ക് അടിക്കുന്നില്ല. അതിന്റെ റീസൺ എൻ്റെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റർ ആണ്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ടിന് എന്ത് ചെയ്യില്ല? പാസ് ചെയ്യില്ല. ദാറ്റ് ഈസ് പ്ലാസ്റ്റിക് ഒരു ഇൻസുലേറ്റർ ആണ്. അതാണ് ആൻസർ എന്ന് പറയുന്നത്. സോ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ Through experiment we found that copper, aluminum, iron, steel, etc. can pass electricity. What can be understood from the above statement?
എടാ കോപ്പർ മെറ്റലാണ്, അലൂമിനിയം മെറ്റലാണ്, അയേണ് മെറ്റലാണ്, സ്റ്റീല്. ഓക്കെ, സോ ഈ പറയുന്ന കോപ്പറും അലൂമിനിയം അയേണും സ്റ്റീലും ഇവരെല്ലാവരും എന്താണ്? ഈ പറയുന്ന എല്ലാവരും എന്താണ്? മെറ്റൽസ് ആണ്. സോ ഈ പറയുന്ന മെറ്റൽസ് എന്ന് പറയുന്ന ആളുകൾ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യുതിയെ കടത്തിവിടുന്നുണ്ട്. അതായത് എടാ ശ്രദ്ധിച്ചോ, ചെമ്പ്, അലൂമിനിയം, ഇരുമ്പ്, ഉരുക്ക് ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യുതിയെ കടത്തിവിടുന്നുണ്ട്. ഇവരെല്ലാവരും വൈദ്യുതിയെ കടത്തിവിടുന്നു എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും മെറ്റൽസ് ആണ്. അതായത് ഇവരെല്ലാവരും ലോഹങ്ങളാണ്. ദാറ്റ് ഈസ് എല്ലാ മെറ്റൽസും കണ്ടക്ടേഴ്സ് ആണ്. മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ്. ലോഹങ്ങള് കണ്ടക്ടറുകളാണ്. ഇത് നമ്മൾ ഏതോ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലോഹങ്ങൾ എന്താണെന്നുള്ളത് കണ്ടക്ടേഴ്സ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഏതോ ഒരു ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ പറയുന്ന ലോഹങ്ങൾ എല്ലാവരും കണ്ടക്ടേഴ്സ് ആണ്, വൈദ്യുതിയെ കടത്തിവിടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? എക്സാമ്പിൾ ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ. കളിക്കല്ലോ, കളിക്കല്ലേ, ആൻസർ പറ വേഗം. ഇലക്ട്രിക്കൽ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ വൈദ്യുതിയെ കടത്തിവിടുന്ന ആൾ. വൈദ്യുതിയെ കടത്തിവിടുന്ന ആളിന്റെ ഉദാഹരണം എന്തായിരുന്നു? വൈദ്യുതിയെ കടത്തിവിടുന്ന ആളിന്റെ ഉദാഹരണം, ഇലക്ട്രിക്കൽ കണ്ടക്ടറുകളുടെ ഉദാഹരണം. വൈദ്യുതിയെ കടത്തിവിടുന്നത് ആരാടാ? ലോഹങ്ങളാണ്. മെറ്റൽസ് ആണ് വൈദ്യുതിയെ എന്ത് ചെയ്യുന്നത്? കടത്തിവിടുന്നത്. മെറ്റൽസ് ആണ് വൈദ്യുതിയെ കടത്തിവിടുന്നത്. സോ ഇവിടെ മെറ്റൽ ആരാ? പേപ്പർ മെറ്റൽ ആണോ? അല്ല, പോടാ ചവറ്റുകൊട്ടയിലേക്ക്. ക്ലോത്ത് മെറ്റൽ ആണോ? അല്ല. റബ്ബർ ബാൻഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഡബ്ബർ ബാൻഡ്. സോ ഇയാളും മെറ്റൽ അല്ല. പിന്നെ ആരാ ഇവിടെ മെറ്റൽ ഉള്ളത്? അയേൺ ആണ്, ഇരുമ്പാണിയാണ്, അയേൺ നെയിൽസ്. സോ ഈ പറയുന്നതിൽ എക്സാമ്പിൾസ് ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആരാണ്? എൻ്റെ അയേൺ നെയിൽസ് ആണ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഫിലമെന്റ് ഓഫ് ഇലക്ട്രിക്കൽ ബൾബ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വിച്ച് മെറ്റൽ? ഏത് മെറ്റലുകൾ കൊണ്ടാണ് എൻ്റെ ഫിലമെന്റ്? എന്താ മോനെ കാണാത്തത്? എന്താ കാണാത്തത്? വേഗം പറയൂ. വേഗം നിങ്ങളൊന്ന് കമന്റ് ബോക്സിലേക്ക് വന്നേ. കമോൺ ഗൈസ്. അതല്ലേ മോനൂസ് ഇതുവരെ പറഞ്ഞത്? ഏതാടാ മോനൂസ്? ഇവിടെ മോനൂസ് ഉണ്ടോ? ഓക്കെ, ഫിലമെന്റ് ഓഫ് ഇലക്ട്രിക് ബൾബ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വിച്ച് മെറ്റൽ? ഈ ഇലക്ട്രിക് ബൾബ് ഏതാണെന്ന് മനസ്സിലായോ? നമ്മളെ വീട്ടില് പഴയ കാലങ്ങളിൽ, ഇപ്പൊ നിങ്ങൾക്ക് അധികം കാണാൻ വേണ്ടിയിട്ട് പറ്റൂല, നിങ്ങൾക്ക് ഇപ്പം ഇത് അധികം കാണാൻ പറ്റില്ല. ദാറ്റ് ഈസ് പഴയ കാലങ്ങളിൽ ഇപ്പോഴും ഏതെങ്കിലും വീടിനൊക്കെ ബാത്റൂമുകളിൽ അല്ലെങ്കിൽ അടുക്കളയുടെ ഉള്ളിൽ, കിച്ചണിന്റെ ഉള്ളിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന അടുപ്പിന്റെ അടുത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ആ ഒരു മഞ്ഞ കളറിൽ കത്തുന്ന ലൈറ്റ്, എൻ്റെ ഫിലമെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇതാണ് ആ ബൾബ് എന്ന് വിചാരിച്ചു. ഇതാണ് ആ ബൾബ്. അതിൽ നമ്മൾ ഒരു ലോഹം കൊടുത്തു വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒരു മെറ്റൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ മെറ്റൽ. ആ മെറ്റൽ എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ്. ഏതാണ് മക്കളെ? ടങ്സ്റ്റൺ ആണ്. ഏതാ യൂസ് ചെയ്തിരിക്കുന്നത്? ടങ്സ്റ്റൺ എന്ന് പറയുന്ന മെറ്റൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടങ്സ്റ്റൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ടങ്സ്റ്റൺ യൂസ് ചെയ്യാനുള്ള കാരണമുണ്ട്. ഈ ടങ്സ്റ്റൺ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി കിട്ടുന്ന സമയത്ത്, നമ്മൾ ബൾബ് എന്ന് പറയുമ്പോൾ സ്വിച്ച് ഓൺ ആക്കും. സോ സ്വിച്ച് ഓൺ ആക്കി കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഈ ടങ്സ്റ്റണിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് താപം പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആ താപം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ടങ്സ്റ്റണ് ചുട്ടു പഴുത്തിട്ട് എന്താവും? പ്രകാശം പുറത്തുവിടുകയാണ് ചെയ്യുക. സോ എങ്ങനെയാ ഉണ്ടാവുന്നതെന്ന് കൂടി ആലോചിച്ച് വെച്ചോളാം. ഇവിടെ ബൾബിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫിലമെന്റ് എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ്. സോ ഞാൻ ആൻസർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടങ്സ്റ്റൺ ആണ് ഫിലമെന്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ബൾബിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത്, ലോഹം എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ്. ഈ ടങ്സ്റ്റൺ ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് എന്ത് പോവും? കറണ്ട് പോവും. അങ്ങനെ ഇവിടുന്ന് കറണ്ട് പോയിട്ട് ടങ്സ്റ്റണിലൂടെ കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ടിരിക്കും, വൈദ്യുതി പാസ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് വൈദ്യുതി പാസ് ചെയ്യുമ്പോൾ താപം പ്രൊഡ്യൂസ് ചെയ്യും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ചുട്ട് പഴുത്തിട്ട് എൻ്റെ ടങ്സ്റ്റൺ എന്ത് ചെയ്യും? പ്രകാശം പുറത്തു വിടുകയാണ് ചെയ്യുക. നിക്രോം എന്താന്നുള്ളത് കൂടി ആലോചിച്ച് വെച്ചോ. നമ്മൾ ഇസ്തിരിപ്പെട്ടിയിലൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ് എൻ്റെ നിക്രോം എന്ന് പറയുന്നത്. ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഒരാളാണ് നിക്രോം. ഓക്കെ, വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളാം. നിക്രോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്തിരിപ്പെട്ടിന്റെ അടിയിൽ ഒരു ലോഹം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മെറ്റൽ, അയൺ ബോക്സിന്റെ അടിയിൽ ഒരു മെറ്റൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അയാളാണ് എൻ്റെ നിക്രോം എന്ന് പറയുന്നത്. സോ ഈ നിക്രോമിന് ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കും. നിക്രോമിന് എന്തായിരിക്കും? ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്?
A torch cell is how many volt? ഒരു ടോർച്ചിന്റെ സെല്ലിന് എത്ര വോൾട്ട്സ് ഉണ്ടാവുക ചോദിച്ചത്. പഠിച്ചു വെച്ചോളാം, 1.5 വോൾട്ട്സ് ആണ്. ഇതിനധികം ഒന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഒരു ടോർച്ച് സെല്ലിന് എത്ര വോൾട്ട് ആണ് ഉണ്ടാവുക, എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഒരു ടോർച്ച് സെല്ലിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1.5 വോൾട്ട് ആണ്. ഓക്കെ, 1.5 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കേരള ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ദി മോസ്റ്റ്. ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നമ്പർ എ, ഗുരുജി പ്ലീസ് നോട്ട്. ഓപ്ഷൻ നമ്പർ എ, ഫ്രം ഹൈഡ്രോളിക് പ്രൊജക്ട്സ്. ഓപ്ഷൻ നമ്പർ ബി, ഫ്രം തെർമൽ പവർ സ്റ്റേഷൻസ്. ഓപ്ഷൻ നമ്പർ സി, ഫ്രം സോളാർ എനർജി. ഓപ്ഷൻ നമ്പർ ഡി, ഫ്രം വിൻഡ്. നിങ്ങൾ ഏത് ഓപ്ഷനാണ് ലോക്ക് ചെയ്യുന്നത്? എത്രയും പെട്ടെന്ന് ലോക്ക് ചെയ്യുക. നിങ്ങൾക്ക് ലൈഫ് ലൈൻ ആവശ്യമുണ്ടോ? പെട്ടെന്ന് ലൈഫ് ലൈൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ലൈഫ് ലൈൻ ആവശ്യമുണ്ടോ? ലൈഫ് ലൈൻ ആവശ്യമുണ്ടോ? ലൈഫ് ലൈൻ ആവശ്യമുണ്ടോ? ലൈഫ് ലൈൻ ആവശ്യമുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് ലൈഫ് ലൈൻ ആവശ്യമൊന്നുമില്ല. സോ ശ്രദ്ധിച്ചോടാ, ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈഡ്രോ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഡാമുകളാണ് നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. സോ എൻ്റെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ് ആണ്. ആൻസർ ജലവൈദ്യുത പദ്ധതികൾ, അതായത് ഡാമുകളിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കുന്നുണ്ട്? ഇലക്ട്രിസിറ്റി, വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ പിന്നെ ഉള്ളത് തെർമൽ പവർ സ്റ്റേഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. തെർമൽ പവർ സ്റ്റേഷനും നമുക്ക് വൈദ്യുതി തരുന്ന ആളാണ്. സോളാർ എനർജി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോളാർ എനർജി സോളാർ പാനലിലേക്ക് വരും. സോളാർ പാനൽ എന്താക്കിയിട്ട് മാറ്റും? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രം വിൻഡ്, നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ കാറ്റാടികൾ കാണില്ലേ, വലിയ മരം, ദാറ്റ് ഈസ് അതിൽ നിന്ന് ഇങ്ങനെ വിൻഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, കാറ്റ് യൂസ് ചെയ്തിട്ട്. സോ എൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫ്രം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ അനലൈസ് ദി ഗിവൺ സ്റ്റേറ്റ്മെന്റ് എ ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ബിയും ഉണ്ട്. എന്താ നോക്കാം. സ്റ്റേറ്റ്മെന്റ് എ, മെറ്റീരിയൽസ് ദാറ്റ് ഡു നോട്ട് പാസ് ഇലക്ട്രിസിറ്റി ആർ ഇൻസുലേറ്റേഴ്സ്. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞുതരണം. ഇൻസുലേറ്റേഴ്സും കണ്ടക്ടേഴ്സും സെമി കണ്ടക്ടേഴ്സും വളരെ വൃത്തിയായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാ, വളരെ അടിപൊളിയായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാ. സോ മെറ്റീരിയൽസ് ദാറ്റ് ഡു നോട്ട് പാസ് ഇലക്ട്രിസിറ്റി ആർ ഇൻസുലേറ്റേഴ്സ്. ശരിയല്ലേ? ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യാത്ത ആളുകളെയാണ്, ദാറ്റ് ഈസ് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യാത്ത ആളുകൾ, വൈദ്യുതി കടന്നു പോകാത്ത വസ്തുക്കളെ ഇൻസുലേറ്ററുകളാണ്. അങ്ങനെ തന്നെയല്ലേ വിളിച്ചത്? വൈദ്യുതി കടന്നു പോകുന്നവയെ കണ്ടക്ടേഴ്സ് എന്നും, വൈദ്യുതിയെ പാർഷ്യലി കുറച്ച് ചില സമയങ്ങളിൽ കടത്തിവിടുന്നവയെ സെമി കണ്ടക്ടേഴ്സ് എന്നാണ് വിളിച്ചത്. സോ എൻ്റെ ഓപ്ഷൻ എ ശരിയാണ്. ഓപ്ഷൻ എ അല്ല, എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തത് സ്റ്റേറ്റ്മെന്റ് ബി, കോപ്പർ വയർ ഈസ് ആൻ ഇൻസുലേറ്റർ. കോപ്പർ വയർ ഇൻസുലേറ്റർ ആണോ? കോപ്പർ എന്ന് പറയുന്ന ഒരു മെറ്റൽ അല്ലേ? എല്ലാ മെറ്റൽസും എല്ലാ ലോഹങ്ങളും വൈദ്യുതിയെ കടത്തിവിടുമെന്ന് പറഞ്ഞിട്ടില്ലേ? എല്ലാ ലോഹങ്ങളും വൈദ്യുതിയെ കടത്തിവിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എൻ്റെ കോപ്പർ ഇൻസുലേറ്റർ ആണോ? അല്ല. കോപ്പർ എന്തല്ല? ഇൻസുലേറ്റർ അല്ല. സോ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ഏതാടാ വരിക? ഓൺലി എ ഈസ് കറക്റ്റ്. എ എന്ന് പറയുന്ന എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്. സോ ദാറ്റ് ഈസ് എൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ. ഈ പറയുന്നതാണ് എൻ്റെ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് എ മാത്രമാണ് ശരി. ഒന്നാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. സോ അടുത്ത ക്വസ്റ്റ്യൻ, കേരളാസ് ഫസ്റ്റ് തെർമൽ പവർ പ്ലാന്റ്. കേരളത്തിലെ ആദ്യത്തെ തെർമൽ പവർ പ്ലാന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിന് എനിക്ക് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും പറയാനില്ല. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം അതെന്താണ്? കായംകുളത്തുള്ളതാണ്. സോ എൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്, കായംകുളം. ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സി ആണ്, കായംകുളം. which is used to generate electricity in thermal power plant. Thermal power plant എന്ന് പറഞ്ഞാൽ ചൂട് യൂസ് ചെയ്തിട്ട്, നീരാവി യൂസ് ചെയ്തിട്ട് നമ്മൾ വൈദ്യുതിയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന
സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ നീരാവി എങ്ങനെ ഉണ്ടാക്കുക? വെള്ളത്തെ നമ്മൾ ചൂടാക്കും. അങ്ങനെ വെള്ളത്തെ ചൂടാക്കിയിട്ട് ഈ പറയുന്ന നീരാവി കൊണ്ട് ടർബൈൻ ഒക്കെ കറക്കിയിട്ടാണ് എൻ്റെ വൈദ്യുതി ഉണ്ടാക്കുന്നത്. സോ നീരാവി കൊണ്ട് ടർബൈൻ കറക്കാണ് എൻ്റെ എന്തിൽ ചെയ്യുന്നത്, തെർമൽ പവർ പ്ലാന്റിൽ ചെയ്യുന്നത്, താപവൈദ്യുത നിലയത്തിൽ. സോ താപവൈദ്യുത നിലയത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കോൾ അല്ലെങ്കിൽ ഡീസൽ ആണ്, കൽക്കരി അല്ലെങ്കിൽ ഡീസൽ ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. വൈദ്യുത നിലയത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കൽക്കരി അല്ലെങ്കിൽ ഡീസൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ബാക്കി ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉണ്ട്. അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു പവർ സ്റ്റേഷൻ ആണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. വേവ്, തിരമാലകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ വൈദ്യുതി ഉപയോഗിക്കാറുണ്ട്. അതേപോലെ കാറ്റ് ഉപയോഗിച്ചും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വൈദ്യുതി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എൻ്റെ തെർമൽ പവർ പ്ലാന്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, കോളും ഡീസലുമാണ്, കൽക്കരിയും ഡീസലുമാണ് ഉപയോഗിക്കുന്നത്. സോ എൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വിച്ച് ഈസ് ആൻ ഓപ്പൺ സർക്യൂട്ട്? ഏതാണ് ഓപ്പൺ സർക്യൂട്ട്? എടാ, ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല എന്ന അർത്ഥം. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ എന്ത് ചെയ്യുന്നില്ല, വൈദ്യുതി കടന്നു പോകുന്നില്ല. വൈദ്യുതി കടന്നു പോവാത്തത് ഇതിലൂടെയാ. റൊട്ടേറ്റിംഗ് എ ഫാൻ കറങ്ങുമ്പോൾ വൈദ്യുതി കടന്നു പോകുന്നുണ്ട്. മിക്സി പ്രവർത്തിക്കുന്ന സമയത്ത് വൈദ്യുതി കടന്നു പോകുന്നുണ്ട്. ബൾബ് പ്രകാശിക്കുന്ന സമയത്ത് വൈദ്യുതി കടന്നു പോകുന്നുണ്ട്. പക്ഷേ കേടായ ബെൽ ഓൺ ചെയ്യുക, ബെല്ല് കേടായി കഴിഞ്ഞാൽ വൈദ്യുതി കടന്നു പോവോ? ഇല്ല. സോ ഓപ്പൺ സർക്യൂട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വിച്ചിങ് ഓൺ ദി ഡാമേജ്ഡ് ബെല്ല്. നമ്മളൊരു കേടായ ബെല്ലിനെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് ആണ്. സോ ഓപ്പൺ സർക്യൂട്ടിന് ഉദാഹരണമാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. From where did artificial satellites get electrical energy? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന് എവിടെ നിന്നാണ് ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ്? ആകാശത്തല്ലേ ഉള്ളത്, ബഹിരാകാശത്താണ് ഉള്ളത്. അവർക്ക് എനർജി കിട്ടാൻ സൂര്യൻ മാത്രമാണ് സ്രോതസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സോളാർ പാനലിൽ നിന്നാണ് ഇവർക്ക് എന്ത് കിട്ടുന്നത്, വൈദ്യുതോർജം ലഭിക്കുന്നത്. എവിടുന്ന് വൈദ്യുതോർജം ലഭിക്കുന്നത്? സോളാർ പാനലിൽ നിന്ന്. പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, സെറ്റാണ്. സോളാർ പാനലിൽ നിന്നാണ് വൈദ്യുതോർജം ലഭിക്കുന്നത്. എൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. What is the energy change take place when an emergency lamp is lit by a battery? Okay, that is നമ്മൾ ഒരു എമർജൻസി ലാമ്പ് കത്തിച്ചാൽ അതിലുണ്ടാവുന്ന എനർജി ചേഞ്ച് എന്താണെന്നാണ് ചോദിച്ചത്. എനർജി ചേഞ്ച്, ആദ്യം എമർജൻസിയിൽ ബാറ്ററി ഉണ്ടാവും. ബാറ്ററിയിലുള്ള എനർജി എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ എനർജിയാ. എന്താണ്? രാസോർജമാണ്. ബാറ്ററിയിലുള്ള എനർജി എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ എനർജിയാണ്, രാസോർജമാണ്. ആ രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റും. ആ വൈദ്യുതോർജം ഉപയോഗിച്ചിട്ട് എന്താക്കിയിട്ട് മാറ്റും? പ്രകാശോർജം. സോ ബാറ്ററി ഉണ്ടാവും എമർജൻസിയിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ എമർജൻസിയിലുള്ള ബാറ്ററി, ഏത് ബാറ്ററി ആണെങ്കിലും ബാറ്ററിയിലുള്ള എനർജി എന്ന് പറഞ്ഞാൽ രാസോർജം അല്ലെങ്കിൽ കെമിക്കൽ എനർജിയാണ്. ആ കെമിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് വൈദ്യുതോർജം ഉണ്ടാക്കും, ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കും. അങ്ങനെ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കും? ലൈറ്റ് എനർജി ഉണ്ടാക്കും. സോ നമുക്ക് ഇങ്ങനെ പറയാം, എൻ്റെ കെമിക്കൽ എനർജി ഈസ് ചേഞ്ച്ഡ് ടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജി എന്താക്കിയിട്ട് മാറ്റുക ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് ചേഞ്ച് ചെയ്യുന്നു. ആൻഡ് അത് മാത്രമല്ലല്ലോ. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാ വരിക? കെമിക്കൽ എനർജി ചേഞ്ച് ഫസ്റ്റ് ഉണ്ടാവും. ഈ കെമിക്കൽ എനർജി എന്തായിട്ട് ചേഞ്ച് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ചേഞ്ച് ചെയ്യും. എന്നിട്ട് അതെന്തായിട്ട് മാറ്റും? ലൈറ്റ് എനർജി ആക്കിയിട്ട് മാറ്റും. സോ എൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആയിരിക്കും കറക്റ്റ്. ദാറ്റ് ഈസ് രാസോർജം ആദ്യം വൈദ്യുതോർജമാക്കിയിട്ട് മാറ്റും, പിന്നീട് പ്രകാശോർജമാക്കിയിട്ടും എന്ത് ചെയ്യടാ മാറ്റും. പിന്നീട് എന്താക്കിയിട്ട് മാറ്റും? പ്രകാശോർജമാക്കിയിട്ടും മാറ്റും. ഡാഷ് 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 മോനെ എന്നൊക്കെ വിളിക്കുന്നതൊക്കെയില്ലേ? ഓക്കെ, ദാറ്റ് ഈസ് അതാണ് ഈ കൊടുത്തിരിക്കുന്ന ഡാഷ്. ഈ ഡാഷ് എന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ദി സിംബൽ ഇൻഡിക്കേറ്റ്? ഇത് എന്തിന്റെ സിംബലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്തായിരുന്നു? നമ്മൾ സർക്യൂട്ട് വരച്ചില്ലായിരുന്നോ? ഇതെന്തിന്റെ സിംബലാ? ബൾബ്. ഇതെന്തിന്റെ സിംബലായിരുന്നു? സെല്ല് അല്ലെങ്കിൽ ബാറ്ററി.
ഇതെന്തിന്റെ സിമ്പിൾ ആയിരുന്നു? സ്വിച്ച്. ഓക്കെ ആണ്, പ്രശ്നമൊന്നുമില്ല. സോ ഈ ഒരൊറ്റ വരയല്ലേ, വര 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 ഒരൊറ്റ ലൈൻ എന്തിനാ സൂചിപ്പിക്കുന്നത്? കണ്ടക്ട് ചെയ്യുന്ന വയറിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ വര സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഒരൊറ്റ ഡാഷ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? കണ്ടക്ടിങ് വയർ. സോ കണ്ടക്ടിങ് വയർ, ചാലക വയർ. ചാലക വയറാണ് എന്തെന്ന് വരിക? എന്റെ ആൻസർ വരിക. എന്ത് വരികടാ? ആൻസർ വരിക ചാലക വയർ. അടുത്ത ക്വസ്റ്റ്യൻ. From the following situations, which is possible to get an electric shock? ഷോക്ക് അടിക്കുക. എങ്ങനെയൊക്കെ ഈ പറയുന്ന കണ്ടീഷനിൽ എന്തൊക്കെ ചെയ്താൽ നമുക്ക് ഷോക്ക് അടിക്കും? പെട്ടെന്നൊന്ന് പറഞ്ഞേ, എന്തൊക്കെ ചെയ്താൽ ഷോക്ക് അടിക്കും? സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ബൾബ് മാറ്റിയാൽ ഷോക്ക് അടിക്കുവോ? ആലോചിച്ച് നോക്കുക. നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്താൽ ഷോക്ക് അടിക്കുവോ? ആലോചിച്ച് നോക്കുക. കേടായ ഇലക്ട്രിക് വയറുകളിൽ സ്പർശിച്ചാൽ ഷോക്ക് അടിക്കുവോ? ദാറ്റ് ഈസ് ചേഞ്ചിങ് ബൾബ് വെൻ ദി സ്വിച്ച് ഈസ് ഓൺ, turning off a switch when with wet hand, touching off damaged electric wires. ഏതാ ഈ പറഞ്ഞിരിക്കുന്നതില് ഏതാണ് നമ്മൾ ഷോക്ക് അടിക്കുക? ഏത് ഉപയോഗിക്കുമ്പോൾ ഷോക്ക് അടിക്കുക? എടാ പൊന്നാറ മക്കളെ, ഈ പറയുന്ന എന്ത് ചെയ്താലും നമുക്ക് ഷോക്ക് അടിക്കൂലേ? ആരും ഇത് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ നിങ്ങളെടുത്ത് ടെസ്റ്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. ആരും പോയിട്ട് ഇത് ടെസ്റ്റ് ചെയ്യരുത്. ദാറ്റ് ഈസ് ബൾബ് മാറ്റുന്ന സമയത്ത് സ്വിച്ച് ഇട്ടിട്ട് ബൾബ് മാറ്റരുത്. മാറ്റിയാൽ ഷോക്ക് അടിക്കും, ചിലപ്പോൾ വടിയായി പോകും ആള്. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ ചെയ്ത് നോക്കണം എന്നല്ല പറയുന്നത്, ഇങ്ങനെ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്യരുത്, ഷോക്ക് അടിക്കും. സംശയം ഉണ്ടേ നോക്കുക, ഷോക്ക് അടിച്ചിട്ട് ഇഞ്ഞൊന്ന് വിളിച്ചാൽ മതി. ഇന്റെ നമ്പർ ഇവിടെ കൊടുക്കാം. ദെൻ ടച്ചിങ് ഓഫ് ഡാമേജ്ഡ് ഇലക്ട്രിക് വയർസ്, കേടായിട്ടുള്ള പൊട്ടിപ്പോയിട്ടുള്ള വയറുകൾ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. സോ എന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് എല്ലാം ചെയ്താൽ എനിക്ക് ഷോക്ക് അടിക്കും. ദാറ്റ് ഈസ് ഓൾ ഓഫ് ദീസ്. ഇവയെല്ലാം ചെയ്താൽ എനിക്ക് ഷോക്ക് അടിക്കും. സോ ഇതാണ് എന്റെ കറക്റ്റ് ആൻസർ. സോ മക്കളെ, നമ്മള് 5 മിനിറ്റ് കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. നിങ്ങൾക്ക് ഇവിടെ വരെ എത്തി, നിങ്ങൾക്ക് എന്റെ കൂടെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടോ എന്ന് പെട്ടെന്നൊന്ന് എനിക്കൊന്ന് കമന്റ് ചെയ്ത് നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിലേക്ക് വരിക. നിങ്ങൾക്ക് എന്താ വെച്ചാൽ പറയാനുള്ളത് പറഞ്ഞോളാ. വേഗം 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 നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് വരിക. നിങ്ങൾ പെട്ടെന്ന് എല്ലാവരും കമന്റ് ബോക്സിലേക്ക് വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. നമ്മളെ മുമ്പിൽ 7 മിനിറ്റ് കൂടിയാണ് ബാക്കിയുള്ളത്. വേഗം തരി നമ്പർ. നമ്പർ തരാനോ? നമ്പർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഷോക്ക് അടിക്കുക കഴിഞ്ഞാൽ പിന്നെ വിളിക്കാൻ നിങ്ങൾ ഉണ്ടാവോ? അതൊരു പ്രശ്നമല്ലേ? വേഗം വേഗം. ക്ലാസ് തീർന്നോ? ക്ലാസ് തീർന്നിട്ടില്ല. വേഗം നിങ്ങൾ കമന്റ് ചെയ്തേ. മോനൂസ്, ആരാണ് ഈ മോനൂസ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശരി, അങ്ങനെയാണെങ്കിൽ എടാ ലാസ്റ്റ് ക്വസ്റ്റ്യനാ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് സ്ലോ ആക്കാമോ? കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് സ്ലോ ആക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾ അഭിപ്രായം മാനിച്ചിരിക്കുന്നു, സ്ലോ ആക്കാം. Then സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ആർ ദി കമ്പോണൻസ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്? ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ കമ്പോണൻസ് എന്തൊക്കെയാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് സർക്യൂട്ടിലെ കമ്പോണൻസ്, സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. സർക്യൂട്ടിൽ ഒരു ഇലക്ട്രിസിറ്റിന്റെ സോഴ്സ് വേണം. ദാറ്റ് ഈസ് ഇലക്ട്രിസിറ്റിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലാണ്. ഓക്കെ, സെല്ല് വേണം. രണ്ടാമത്തത് ഇലക്ട്രിക് ഡിവൈസുകൾ വേണം, പ്രശ്നമൊന്നുമില്ല. അതായത് വൈദ്യുത ഉപകരണങ്ങൾ വേണം. ഇലക്ട്രിക് വയർ വേണം. നാലാമത്തെ ഓപ്ഷൻ ഈ പറയുന്ന എല്ലാം. ദാറ്റ് ഈസ് ഈ പറയുന്ന എല്ലാവരും എന്താണ്? എൻ്റെ ഒരു സർക്യൂട്ടിന്റെ ഭാഗമാണ്. ഈ കാണിച്ചിരിക്കുന്ന എല്ലാവരും എൻ്റെ സർക്യൂട്ടിന്റെ ഭാഗമാണ്. ദാറ്റ് ഈസ് ഈ പറയുന്ന വൈദ്യുതിയുടെ ഉറവിടം വേണം, ഇലക്ട്രിക് ഉപകരണം വേണം, ഇലക്ട്രിക് വയർ വേണം. ഇവരെല്ലാവരും എൻ്റെ സർക്യൂട്ടിലെ ഘടകങ്ങളാണ്. സോ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി.
സോ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ഫസ്റ്റ് സെക്ഷന് കംപ്ലീറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. 25 ക്വസ്റ്റ്യൻസ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 25 ക്വസ്റ്റ്യൻസ് മാത്രമല്ല നിങ്ങൾ പഠിച്ചത്, അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, കോൺസെപ്റ്റുകളും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ മക്കളെ, നമുക്ക് ഇനിയും വീണ്ടും കാണാം. എനിക്ക് ഒറ്റ കാര്യം മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ സൈമാത്തിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ബാക്കി നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാണ്. നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും സംശയങ്ങളോ മെന്റർഷിപ്പ് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ നമുക്ക് വീണ്ടും വേറെ ഒരു ക്ലാസ്സിൽ കാണാം. സോ അതുവരെ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും താങ്ക് യു. ഓക്കെ ആണല്ലോ? ശരി കേട്ടോ.